പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് R-Truth എന്ന് പറയുന്ന സൂപ്പർ താരത്തെ WWE പുറത്താക്കാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് റെസ്ലിംഗ് ആരാധകരെയും റെസ്ലേഴ്സിനെയും ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത R-Truth തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തേക്ക് വിട്ടത്. അദ്ദേഹം പങ്കുവെക്കുന്നത് തന്നെ WWE റിലീസ് ചെയ്തിരിക്കുന്നു. താൻ കോൺട്രാക്റ്റ് എക്സ്പയർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. കോൺട്രാക്റ്റ് റിന്യൂ ചെയ്തിട്ടില്ല, കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല. എല്ലാവർക്കും നന്ദി, പ്രത്യേകിച്ച് WWE ആരാധകർക്കൊക്കെ നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടാണ് R-Truth ആ ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നത്. അതിന് ഇപ്പോൾ 1.5 കോടിയിലധികം വ്യൂസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ R-Truthൻ്റെ ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു വെബ്സൈറ്റിനും R-Truthൻ്റെ കോൺട്രാക്റ്റ് എക്സ്പയർ ആകുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ലഭിച്ചാൽ തന്നെ അവരൊക്കെ R-Truthൻ്റെ ആ ഒരു കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുമെന്നുള്ള ഒരു കരുതലിൽ തന്നെ അത് വലിയൊരു വാർത്തയും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കോൺട്രാക്റ്റ് പുതുക്കാതെ താരത്തെ പുറത്താക്കാനുള്ള ഒരു തീരുമാനമാണ് മാനേജ്മെൻറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് R-Truth എന്ന് പറയുന്ന താരത്തെ പുറത്താക്കിയിരിക്കുന്നത് അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രായം തന്നെയാണ് വലിയൊരു ഘടകമായി വന്നിട്ടുള്ളത്. 53 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഇത്രയും ഏജുള്ള ഒരു റെസ്ലറിനെ ഇനിയും കോൺട്രാക്റ്റിൽ നിലനിർത്തേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം മാനേജ്മെൻറ്റ് പുറത്താക്കാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാതിരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എന്തായാലും R-Truthൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല, താരം ഇനി പുറത്തേക്ക് എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. R-Truthൻ്റെ ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്നതിന് ശേഷം ഒരൊറ്റ നെഗറ്റീവ് കമൻറ്റ് പോലും R-Truthനെ സംബന്ധിച്ച് നമുക്ക് കേൾക്കാൻ സാധിച്ചിരുന്നില്ല. അല്ലെങ്കിൽ റെസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്രയും ബഹുമാനിക്കപ്പെട്ട വ്യക്തികൾ ഉണ്ടോ എന്നുള്ളത് പോലും സംശയമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ R-Truthൻ്റെ ഒരു വാർത്ത പുറത്തേക്ക് വന്നതിന് ശേഷം അഭിപ്രായങ്ങൾ പങ്കുവെച്ച റെസ്ലേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ടോപ്പ് ലെവൽ റെസ്ലേഴ്സിൽ നിന്ന് അടിയിലുള്ള റെസ്ലേഴ്സ് വരെ R-Truthന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സൂപ്പർ സ്റ്റാർ ആയിരുന്നു, എല്ലാവരുമായിട്ട് നല്ലൊരു മിംഗ്ലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ R-Truthൻ്റെ ആ ഒരു വാർത്ത ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അദ്ദേഹം മെർച്ചൻഡൈസിലൊക്കെ വലിയ ലാഭം കമ്പനിക്ക് നേടിക്കൊടുത്തിരുന്നു. പ്രായമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾ കുറവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സെഗ്മെൻറ്റുകൾ വലിയൊരു വ്യൂവർഷിപ്പ് സോഷ്യൽ മീഡിയയിൽ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ലൈനുകളാണ് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് R-Truth ഇപ്പോൾ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അവസാനമായി അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺസണയ്ക്ക് എതിരെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിൽ ചലഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്റ്റീവായിട്ട് നിന്നിരുന്നു. ഏറ്റവും അവസാനത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലടക്കം ബ്ലഡ് ലൈനെതിരെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിൻറ്റും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലെവലിലും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു താരത്തെ പെട്ടെന്ന് കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാതെ പുറത്തേക്ക് വിടുന്നു എന്ന് പറയുമ്പോൾ അത് ഞെട്ടലുണ്ടാക്കുകയാണ് മാത്രം ചെയ്തിട്ടുള്ളത്. എന്തായാലും R-Truthനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്ന വലിയൊരു അപ്ഡേറ്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. R-Truthനെ പുറത്താക്കിയതിൽ കുറേയധികം റെസ്ലേഴ്സിന് ഇപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ചില റെസ്ലേഴ്സ് റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്: അവർക്ക് ആർക്കും ഉറപ്പില്ല അവരുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളത്. കാരണം കമ്പനി എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും റെസ്ലേഴ്സിനെ റിലീസ് ചെയ്യാനുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു ടോപ്പ് റെസ്ലർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു താരത്തെ പോലും കോൺട്രാക്റ്റ് അവസാനിക്കുന്ന ആ ഒരു സമയത്ത് അവർ പുതുക്കും എന്നുള്ളതിൽ ഇനിയൊരു ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതൊരു ഞെട്ടലാണ്, എല്ലാവർക്കും ഇതൊരു വാർണിംഗ് പോലെയാണ് ഇപ്പോൾ അവർ തന്നെ കാണുന്നത്. കാരണം കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാനുള്ള ഒരു സമയം വരുന്നതിന് മുൻപ് തന്നെ റിന്യൂ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കമ്പനി പുറത്താക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കും എന്നുള്ള ഒരു തലത്തിലാണ് നിലവിൽ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. R-Truthൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് കാർലിറ്റോ എന്ന് പറയുന്ന ജഡ്ജ്മെൻറ്റിൻ്റെ ടീം അംഗത്തെ സംബന്ധിച്ചും. കാർലിറ്റോയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന അപ്ഡേറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രാക്റ്റും 2 ആഴ്ചകൾക്കുള്ളിൽ അവസാനിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രാക്റ്റും പുതുക്കിയിട്ടില്ല എന്നും അദ്ദേഹവും പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുകയാണ് എന്നുള്ളതും കാർലിറ്റോയും പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ കാർലിറ്റോയും കൂടി WWE പുറത്തേക്ക് പോകുമ്പോൾ കോമഡി ലെവൽ ക്യാരക്ടേഴ്സ് കൊണ്ടുപോയിരുന്ന 2 പേരാണ് പുറത്തേക്ക് പോകുന്നത്. അത് ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റുകളെ നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. R-Truth, കാർലിറ്റോ തുടങ്ങിയവരുടെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാതെ ഇവർ പുറത്തേക്ക് പോകുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.